അപ്പോൾ ന്യൂ ഇയറിൽ നിങ്ങളൊരു പുതിയ തീരുമാനം എടുക്കുക. ഈ വർഷം ഞാനൊരു സർക്കാർ ജോലി നേടിയെടുക്കും എന്നുള്ളത്. 2026 ഒരു പുതിയ വർഷത്തിലേക്ക് കടക്കുന്ന സമയത്ത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് ഈ വർഷമെങ്കിലും നമ്മുടെ ലൈഫ് ഒന്ന് സെറ്റിൽ ചെയ്യണം എന്നുള്ളത് അല്ലേ. കാരണം നമ്മൾ ഒരുപാട് കാലം കഷ്ടപ്പെട്ട് പഠിച്ച് ഈ ഒരു സ്റ്റാറ്റസിൽ നമ്മളൊരു ഡിഗ്രി അല്ലെങ്കിൽ ബിടെക് കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്തായിരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ മൈൻഡിലുള്ള ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യനാണ് എപ്പോഴായിരിക്കും നമ്മളൊന്ന് സെറ്റിൽ ആവുക. നല്ല രീതിയിൽ നമ്മൾ സെറ്റിൽ ആവുക എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ആവറേജ് രീതിയിലല്ല, ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള അത്യാവശ്യം നല്ല റെക്കഗ്നേഷനുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു സ്ഥലത്ത്, അതായത് ഒരു ഗവൺമെൻറ് സെക്ടറിൽ തന്നെ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ. സോ അത്തരത്തിലൊരു പൊസിഷനിൽ എത്തുമ്പോഴാണ് നമ്മൾക്ക് സെറ്റിൽഡ് ആയി എന്ന് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ 2026 എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇലക്ട്രിക്കൽ കഴിഞ്ഞ ഏതൊരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു വർഷമാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഏതൊരാളും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞ ഏതൊരാളും അവരാഗ്രഹിക്കുന്ന ഏറ്റവും മികച്ച പോസ്റ്റ് എന്ന് പറയുന്നത് KSEBയുടെ പോസ്റ്റാണ്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ KSEBയുടെ സബ് എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റ്. അപ്പോൾ ഈ ഒരു KSEB സബ് എഞ്ചിനീയർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആവാൻ പോകുന്നത് 2026 നവംബറിലാണ്. അതുകൊണ്ട് തന്നെ 2026 തന്നെ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പുള്ള കാര്യമാണ്. കാരണം കേരള PSC കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ പുതിയൊരു ട്രെൻഡിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ ഒരു പുതിയ ട്രെൻഡ്? നോട്ടിഫിക്കേഷൻ വരുന്നത് വളരെ നേരത്തെയായി. നോട്ടിഫിക്കേഷൻ വരിക എന്ന് പറയുമ്പോൾ റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആവുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യാണ്, നോട്ടിഫിക്കേഷൻ വരുന്ന ഒരു ട്രെൻഡ് ഇപ്പോൾ കേരള PSCയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പാണ് നോട്ടിഫിക്കേഷൻ വരുന്നുള്ളത്. അതേപോലെ തന്നെ നിങ്ങൾക്കറിയാവുന്ന മറ്റൊരു കാര്യമാണ്, നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിച്ചു കഴിഞ്ഞാൽ ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? അത് അങ്ങനെ ക്രാക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. അതായത് കേരള PSC നടത്തുന്ന ഈ ഒരു പരീക്ഷ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കേരളത്തിലുള്ള എല്ലാ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സും ഇതിനു വേണ്ടി വളരെ സിൻസിയർ ആയിട്ടുള്ള എഫേർട്ട് ആയിരിക്കും നൽകാൻ പോകുന്നത്. അപ്പം നമ്മൾ ഒരിക്കലും പ്രിപ്പറേഷനിൽ എന്ത് ചെയ്യാൻ പാടില്ല, പിന്നോട്ട് പോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് ഏർലി പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഈ ഒരു എക്സാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ട് വരാൻ പോകുന്നത്. എന്നെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ഈ എക്സാമിന് നിങ്ങൾ നേരത്തെ പഠിക്കേണ്ടത് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. തീർച്ചയായിട്ടും ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് ഇൻപുട്ടുകൾ ലഭിക്കുന്നതായിരിക്കും. അതേപോലെ ആ ഒരു ഇൻപുട്ട് നൽകുന്നതിന് മുന്നേ തന്നെ ഇപ്പോൾ ഏറ്റവും നമുക്ക് ഹാപ്പിനെസ് നൽകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഇപ്പോഴും നല്ല രീതിയിലുള്ള അഡ്വൈസുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിലവിൽ നോക്കുകയാണെങ്കിൽ 691, അതായത് 700 എന്ന് പറയുന്ന നമ്പറിലേക്ക് നമ്മുടെ നോട്ടിഫിക്കേഷൻ അടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ 700 എന്ന് പറയുന്ന ക്രൂഷ്യൽ ആയിട്ടുള്ള നമ്പർ, കഴിഞ്ഞ പ്രാവശ്യവും 785 പോയിട്ടുണ്ട്, ഇപ്രാവശ്യവും ആ നമ്പറിലേക്ക് തന്നെ എത്തും എന്നുള്ള കാര്യത്തിൽ. കഴിഞ്ഞ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്ന സമയത്തുള്ള അത്രയൊന്നും വേക്കൻസി ഇത്തവണ വരില്ല എന്ന് ചിന്തിച്ച ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ ഇത്തവണയും അത് 691 ക്രോസ് ചെയ്ത് കഴിഞ്ഞു. ഇത് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ പോയിട്ടുണ്ടായിരുന്നത് ഡിസംബർ 17 പോയിട്ടുള്ളത്. അപ്പോൾ ഇനിയും നോട്ടിഫിക്കേഷൻസ്, കാരണം ഇനിയൊരു 10 മാസത്തോളം ബാക്കിയുണ്ട്. അപ്പോൾ അവിടെ ഇനിയും ഒരു 100-ലധികം അഡ്വൈസുകൾ ഇനിയും പോകാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഉറച്ചു മനസ്സിലാക്കുക. 700-ലധികം ഉദ്യോഗാർത്ഥികൾ ഇന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് ആയിട്ട് KSEBയിൽ വർക്ക് ചെയ്യുകയാണ്. അതേപോലെ നിങ്ങളും അടുത്ത വർഷം ഒരു KSEB സബ് എഞ്ചിനീയർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. അതായത് എന്തുകൊണ്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു PSC നമ്മൾ നേരത്തെ പഠിച്ചു തുടങ്ങുന്നതിൻ്റെ റീസൺസ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് PSC നോട്ടിഫിക്കേഷൻസ് ആർ അൺപ്രഡിക്റ്റബിൾ ആണ്. അതായത് ചില എക്സാംസിൻ്റെ കാര്യത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1.5 വർഷം മുന്നേയൊക്കെയാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. ചിലതിൻ്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞിട്ടായിരിക്കും വരുന്നുണ്ടാവും. അതായത് PSC നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ കേരള PSC നോട്ടിഫിക്കേഷൻ ഏത് വർഷത്തിൽ, ഇപ്പോൾ ഈ അടുത്ത മാസം ഈ നോട്ടിഫിക്കേഷൻ വരുമെന്നോ ചോദിച്ചു കഴിഞ്ഞാൽ വരാതിരിക്കാം. അതെന്താണ്? അൺപ്രഡിക്റ്റബിൾ ആണ്. വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനഫ് ടൈം കിട്ടില്ല എന്നുള്ളതാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം, ലേറ്റ് സ്റ്റാർട്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സ്ട്രഗിൾ ടു കവർ ദ വാസ്റ്റ് ടെക്നിക്കൽ സിലബസ്, വളരെ വാസ്റ്റ് ആയിട്ടുള്ള ടെക്നിക്കൽ സിലബസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. പക്ഷെ അത് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചെടുത്തില്ലെങ്കിൽ, അതായത് എല്ലാം കൂടി ലാസ്റ്റ് ടൈമിലേക്ക് മാറ്റി വെച്ചിട്ട് ഒരു ക്രാഷ് ബാച്ച് ഒക്കെ പോലെ പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. സോ ആ രീതിയിൽ നേരത്തെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ലഭിക്കുന്നത്. ഇനി ഏർലി പ്രിപ്പറേഷൻ കൊണ്ടുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ഏർലി പ്രിപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മിനിമം 3-4 പ്രാവശ്യമെങ്കിലും നിങ്ങൾക്ക് ഈ ടോപ്പിക്കുകൾ മുഴുവൻ റിവൈസ് ചെയ്യാൻ പറ്റും. അതായത് പഠിച്ചു തീർക്കുക മാത്രമല്ല, അത് റിവൈസ് ചെയ്ത് അതിലെ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് നിങ്ങളുടെ എന്തെല്ലാം മിസ്റ്റേക്സ് ഉണ്ടോ അതെല്ലാം റെക്ടിഫൈ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിയും. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ എന്ത് ചെയ്യാൻ പറ്റും, മറ്റുള്ളവരെക്കാൾ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ലേറ്റ് സ്റ്റാർട്ടേഴ്സിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് റിവൈസ് ചെയ്യാൻ തന്നെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവരുടെ സിലബസ് കവർ ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകാനേ സാധ്യതയുള്ളൂ. അതേപോലെ കട്ട് ഓഫ് മാർക്ക് ഇത്തവണ കൂടാനുള്ള സാധ്യതയുണ്ട്. എന്തുകൊണ്ടായിരിക്കും?
പ്രധാനമായിട്ടും രണ്ട് കാരണമാണ്. ഇത്തവണ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആകുന്നതിനോട് ചേർന്നായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര വേക്കൻസി, അതായത് 700 എന്ന് പറയുന്ന വേക്കൻസിയിലേക്കൊന്നും വരാൻ സാധ്യതയില്ല. എന്നാലും 500+ എന്തായാലും ഇത്തവണയും വരും. കാരണം 2027 കേരള KSEB ഒരുപാട് റിട്ടയർമെൻറ്റുകൾ വരുന്നുണ്ട്, ഒരുപാട് ട്രാൻസ്ഫറും അതേപോലെ അങ്ങനെയൊക്കെ ആയിട്ട് വേക്കൻസീസ് ഇഷ്ടംപോലെ KSEB വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും അത്യാവശ്യം ഹൈ ആയിട്ടുള്ള വേക്കൻസി തന്നെയാണ്. ബട്ട് സ്റ്റിൽ ഞാൻ പറയാണ്, കോമ്പറ്റീഷൻ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് ഉയരും. അതും നേരത്തെ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു കാരണങ്ങളിൽ ഒന്ന് തന്നെയാണ്. അതേപോലെ ഒരൊറ്റ മാർക്ക് എന്ന് പറയുന്നത് പോലും നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ വലിയ മാറ്റങ്ങളായിരിക്കും. അതായത് ഒരു മാർക്ക് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ 2026 തന്നെ നിങ്ങൾക്ക് 2027 തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ജോലിയിൽ പ്രവേശിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ഒറ്റ മാർക്ക് കൊണ്ട് ചിലപ്പോൾ നമ്മൾ റാങ്ക് 50, 60, 70 ഒക്കെ പിന്നോട്ട് പോകും. പിന്നെ നമ്മൾ അടുത്ത അഡ്വൈസ് ഒക്കെ വരുമ്പോഴായിരിക്കും നമ്മൾ ജോലി ലഭിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സാധ്യത പോലെ അവിടെ നഷ്ടപ്പെട്ടു പോകും. സോ ഇതൊന്നും വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ എത്രയും വേഗം സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ എൻട്രിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എൻട്രിയിൽ KSEB സബ് എഞ്ചിനീയർ എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സാംസുകളുടെ പ്രിപ്പറേഷൻ സ്റ്റൈൽ മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള കോഴ്സാണ് KSEB സബ് എഞ്ചിനീയർ വേണ്ടി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നോട്ടിഫിക്കേഷൻ വന്നിട്ട് വേണമെങ്കിൽ കോഴ്സിൻ്റെ ലോഞ്ച് ചെയ്താൽ മതി. പക്ഷേ ഞങ്ങൾ എന്ത് ചെയ്യാണ്, നിങ്ങളെപ്പോലെ തന്നെ വളരെ നേരത്തെ മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തവണത്തെ കേരള PSCയുടെ മാറ്റങ്ങളെ നേരത്തെ പ്രിഡിക്റ്റ് ചെയ്തുകൊണ്ട് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ബാച്ചസ് ആണ് KSEB സബ് എഞ്ചിനീയറിൽ നിങ്ങൾക്കായി ഞങ്ങൾ തയ്യാറാക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ റാങ്ക് ലിസ്റ്റിൽ 150-ലധികം ഉദ്യോഗാർത്ഥികളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, KSEB സബ് എഞ്ചിനീയേഴ്സ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്രയും മികച്ച റിസൾട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ KSEB സബ് എഞ്ചിനീയറിൽ ഞങ്ങൾക്ക് നേടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തവണയും അതുപോലെ അല്ലെങ്കിൽ അതിലും മികച്ചൊരു റിസൾട്ടിലേക്കാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ KSEBയുടെ സബ് എഞ്ചിനീയർ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, അതേപോലെ സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ന്യൂ ഇയറിൽ നിങ്ങളൊരു പുതിയ തീരുമാനം എടുക്കുക. ഈ വർഷം ഞാനൊരു സർക്കാർ ജോലി നേടിയെടുക്കുന്നുള്ളത്, ആ തീരുമാനത്തിൽ ഏറ്റവും അത് നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് KSEB എന്ന് പറയുന്ന ഈ ഒരു സബ് എഞ്ചിനീയർ എക്സാം തന്നെയായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുകയല്ലേ? കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയും എൻട്രിയുടെ KSEB സബ് എഞ്ചിനീയർ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയും താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.